3 ദിവസമായുള്ളൂ. അമ്പോ എന്റെ അമ്മ ഭയങ്കര വലിയ കാമ്പ് എന്റെ അമ്മ ഇവിടെ മുട്ടി വെക്കണം. ഇപ്പൊ ഈ പേര് കഴിഞ്ഞാൽ ഇത് മുറിച്ചാണ് കഴിഞ്ഞ വർഷം. സാധാരണ നാടൻ പശുക്കൾ കൂടുതൽ പ്രസവിക്കുമെങ്കിലും 10-ലധികം പ്രസവം അത്ര എളുപ്പമല്ല. എന്നാൽ 13 പ്രസവിച്ച ഒരു മുത്തശ്ശി പശുവിനെ നമ്മൾ കാണാൻ പോകുന്നത് ഈ 13ാമത്തെ കുട്ടിയും ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഈ ഒരു ക്ഷീരകർഷകന്റെ മറ്റൊരു പ്രത്യേകത ഇദ്ദേഹത്തിന്റെ പശുക്കൾക്കുണ്ടായ കുട്ടികളെ സൗജന്യമായിട്ട് മറ്റുള്ളവർക്ക് വളർത്താൻ കൊടുത്തു എന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്യത്യസ്തനായ ക്ഷീരകർഷകരെയും അദ്ദേഹത്തിന്റെ പശുക്കളെ നമ്മളൊന്ന് കാണാൻ പോകുന്നത് നേരെ വീഡിയോയ്ക്ക്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ശരി, എന്താ പേര്? പോള്. ഓക്കെ, നമ്മുടെ സ്ഥലം ഏതാ? പുത്തഞ്ചിറ. ശരി, നമ്മുടെ ഈ വീട്ടിലുള്ളതാ ഈ കാണുന്ന പശുവിന് ശരിക്കും എന്താ പ്രത്യേകത? ഇത് 13ാമത്തെ പ്രസവം കഴിഞ്ഞു. ഇത് 13ാമത്തെ പ്രസവം. 13ാമത്തെ പ്രസവം കഴിഞ്ഞു. ഇതിപ്പോൾ ചേട്ടൻ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇപ്പോൾ 10 വർഷമായി ഞാൻ കൊണ്ടുവരുമ്പോൾ 5 പേര് കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവന്നു. ഇവിടെ 8 പേര് പറ്റു. ഇവിടെ 8 പ്രസവം പ്രസവിച്ചു. ഇവിടെ എൻ്റെ അമ്മച്ചി. ഇതിൻ്റെ കൊമ്പ് കണ്ടാൽ അറിയാം നല്ല പ്രായമുണ്ടല്ലേ? കൊമ്പ് ഇപ്പോൾ മുറിച്ചുകൊണ്ടിരിക്കണ ഓരോ പ്രസവത്തുമ്പോൾ ഈ സംഭവം ഇങ്ങനെ വളഞ്ഞ് കയറുന്നുണ്ടല്ലേ? അവിടെ കയറുന്നുണ്ട് കണ്ട. അടിപൊളി. ആളെങ്ങനെ ശല്യം ഉണ്ടോ? ഒരു ശല്യമില്ല ആളെ. ഇല്ലല്ലേ? ഇതിപ്പോ ശരിക്കും ഏതാ ഇനം? ചെറുവള്ളി ആണോ കാസർഗോഡ് എല്ലാവരും എല്ലാം കൂടി മിക്സ് ആയിട്ട് വന്ന ടൈപ്പാ. ഓക്കെ, എല്ലാവരും മിക്സ് ആയിട്ട് വന്നിരിക്കുകയാണല്ലേ. പ്രായം പറഞ്ഞു കഴിഞ്ഞാൽ 13 പ്രസവം എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലപ്പോൾ ഒരു 15 വയസ്സൊക്കെ ഉണ്ടാവും. 17 വയസ്സ്. 16-17 വയസ്സാവും. 16-17 വയസ്സുണ്ട്. 2 വയസ്സ് കഴിയാണ്ട് കുത്താൻ പറ്റില്ല. നാടനാകുമ്പോൾ 2-2.5 ആവും. ചേട്ടൻ എന്തിനാ ഈ പറയുന്ന നാടൻ പശുവിനോടെ കൊണ്ടുവരാനുള്ള കാരണം? ഇത് എൻ്റെ പാല് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പിള്ളേർക്ക് ആർക്കും നീരുവീഴ്ച, പനി, ചുമ അങ്ങനത്തെ ഒരു അസുഖം ഇല്ലാത്തതുകൊണ്ട് നാടൻ പശുവിൻ്റെ പാല് മാത്രമേ അവർക്ക് ചായ വെച്ച് കൊടുക്കാറുള്ളൂ. ശരി, പുറത്തൊന്നും വാങ്ങാറില്ല. വല്ല ഡോക്ടേഴ്സോ വല്ലതും പറഞ്ഞിട്ടാണ്? വൈദ്യര് പറഞ്ഞിട്ട്. ശരി, വൈദ്യര് പറഞ്ഞിട്ടാണ്. ഇപ്പൊ ഈ നാടൻ പശു വളർത്തുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ള കാര്യമുണ്ടോ? ഒരു ശല്യമില്ല ഇതിനെ കൊണ്ട്. അതായത് കൊച്ചു പിള്ളേർക്ക് വേണമെങ്കിൽ അഴിച്ചുകൊണ്ട് കെട്ടാം. വീട്ടിലെ കഞ്ഞെള്ളം, പുല്ല് അത്രയൊക്കെ മതി. ഇത്തിരി സ്ഥലത്തെ പുല്ല്. ആൾക്ക് വളരെ പൊക്കം കുറവാണല്ലോട്ടാ. അതെ, സാധാരണ വെച്ചൂരിനേക്കാളും പൊക്കം കുറവാണ് അല്ലേ? അത്രേ ഉള്ളൂ. വളരെ കുഞ്ഞാണ് പോലും ഇല്ല. അത്രേ ഉള്ളൂ. ഈ പൊക്കം കുറവ് പോലെ തന്നെ വളരെ പാവമാണെന്നോ അല്ലേ? പാവമാണ്. ശരി, ആൾക്ക് എന്തോരം പാലുണ്ട്? ചേട്ടൻ കൊണ്ടുവന്നപ്പോ എത്ര പാലുണ്ടാവും? കൊണ്ടുവന്നപ്പോ ഒരു 2.5 ലിറ്റർ പാലോളം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു 1.5 ലിറ്റർ കിട്ടാം. പക്ഷെ നമ്മളൊരു 3/4 ലിറ്റർ കറക്കും. അത് കഴിഞ്ഞാൽ കുട്ടി കുടിക്കും. ഈ കുട്ടി ഇപ്പൊ 13ാമത്തെ അല്ലേ? ഇത് 13ാമത്തെ. ഇത്തവണ കുത്തി വെച്ചിരിക്കുന്ന ഏതാണ്? നാടൻ തന്നെ, കാസർഗോഡുള്ള. ശരിക്കും ഒരു മാൻപേടെ കുട്ടിയില്ലേ? അത്രേ ഉള്ളൂ. ആള് വളരെ 3ാമത്തെ ദിവസമായി. ഇതിപ്പോ ഇതിനു മുമ്പുള്ള കുട്ടി എന്താ? ഇതിന്റെ മുന്നുള്ള കുട്ടിയാണ് ഈ നിൽക്കുന്നത്. അത് കുറച്ച് വലുതാണല്ലോട്ടാ. അത് ഗീറിനെ കുത്തിയതാ. ഇതേ പശുവിന്. ഈ കാണുന്ന പശുവിനാണോ ഗീറിനെ കുത്തിയത്? ഇത് പശുക്കുട്ടി. ഓ, പശുക്കുട്ടി. കഴിഞ്ഞ ആഴ്ച കുത്തുവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച കുത്തുവെച്ച് 2.5 വയസ്സ് കഴിഞ്ഞു. 2.5 വയസ്സ് കഴിഞ്ഞല്ലേ? ഒരു ശല്യമൊന്നുമില്ല ആളെ. ശരി, ഗീറാവുമ്പോ അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇവളെ കൊണ്ട് കുഴപ്പമില്ല. കളി ഇത്തിരി കൂടും, എന്നാലും കുഴപ്പമൊന്നുമില്ല. ശരി, ആ ഒരു ഗീറിന്റെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട് ചെറിയ രീതിയിൽ. 70% കിട്ടും. ഇതിന് മുന്നത്തെ മൂരിക്കുട്ടിയും ഗീർ തന്നെ, സെയിം ഗീർ കുട്ടി തന്നെ. ശരി, ഞങ്ങളുടെ നെറ്റിയൊക്കെ ശരിക്കും ആ ഒരു ഗീറിന്റെ ആ ഒരു ഇതുണ്ട് കേട്ടോ. ഇതിന് പാല് കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം പാല് കിട്ടും. ഇതൊരു 4-5 ലിറ്റർ പാല് കിട്ടാം. ഇത് ഹൈറ്റ് അത്യാവശ്യം ഉണ്ട്. അതിന്റെ ഇതാണെങ്കിലും എന്റെ എത്ര ഹൈറ്റ്. എനിക്കാരും പ്രായം എന്തോരെന്ന് പറഞ്ഞു? ഇതിപ്പോ 2.5 വയസ്സായിട്ടുണ്ട്. എന്റെ അമ്മ, ശരിക്കും ഓമനിച്ച് വളർത്തിയാണല്ലോ. ഭയങ്കര കളി കൂടുതലാ. ശരി, ഇതിപ്പോ ഇതിനു മുമ്പ് പെൺകുട്ടി ഉണ്ടായിട്ടില്ല. ഇത് 11ാമത്തെ പശുക്കുട്ടി, 12ാമത്തെ പശുക്കുട്ടി. അത് വേറെ ഒരാൾക്ക് വളർത്താൻ കൊടുത്തു. അത് 13. അതുവരെ മറ്റേത് മുഴുവൻ മൂരിക്കുട്ടികളാ. 4ാമത്തെ മാത്രമാണ് ഒരു പശുക്കുട്ടീനെ കിട്ടിയിട്ടുള്ളൂ. പശുക്കുട്ടിയെ കിട്ടിയില്ല. പിന്നെ 8. ബാക്കിയെല്ലാം മുരിക്കുട്ടി തന്നെയായിരുന്നു. ഓ, അങ്ങനെയാണല്ലേ. മുരിക്കുട്ടികളുടെ ഇത് തന്നെയായിരുന്നു അല്ലേ? ഇനി കറക്കാൻ ഇവളെ കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഇത്രയും പ്രായമൊക്കെ ആവുമ്പോ സാധാരണ ഡോക്ടേഴ്സ് പറയും വേണ്ട ഇനി കുത്തണ്ട എന്ന് പറയാറുണ്ട്. ഇവൾക്ക് ക്ഷീണം ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല, ക്ഷീണമില്ല, അത്യാവശ്യം പാലും ഉണ്ട്. തന്നെ പറ്റിട്ടു, യാതൊരു വിഷയം ഉണ്ടായില്ല അല്ലേ? ഉച്ചക്കത്തെ കറവ് എങ്ങനെ ഉണ്ടായിരുന്നു? ഉച്ചക്ക് കറക്കില്ല, കാലത്ത് മാത്രം കറക്കും. ഓ, കാലത്ത് മാത്രമാണ്. പിന്നെ വൈകുന്നേരം വരെ കുട്ടി കഴിഞ്ഞ് കിടക്കും. ഓക്കെ, അതെ. കൂട്ട് കറന്നു നോക്കിയേ. വീട്ടിലെ കുട്ടി വരെ കറക്കും. അടിപൊളി. അത് നീ ഇങ്ങനെ പതുക്കെ വലിച്ചാൽ മതി. ഇത് പശു അനങ്ങുന്നില്ല കേട്ടോ. ഇനി ഇവിടുന്ന് ആള് എഴുന്നേക്കാണ്ട് പശു അവിടെ നിന്ന് മാറില്ല. വേണ്ട. അതെ, ശരി ശരി ശരി. കുട്ടി ഈ സമയത്ത് കുടിക്കേണ്ട ആണല്ലോ, കാരണം ഉറങ്ങി എഴുന്നേറ്റുള്ളൂ കുട്ടി. ഓക്കെ ഓക്കെ ഓക്കെ. അതെ, വരുന്നുണ്ടല്ലോ അല്ലേ? പാൽ എങ്ങനെ ഉണ്ട് ഇതിന്റെ?
പാല് നല്ല കട്ടിയുള്ള പാലാണ്. അല്ലേ, നല്ലൊരു ഔഷധ ഗുണമുള്ള നല്ല പാല്. നല്ല പാല്. ഇവർക്കൊരു നീരുവീഴ്ച പനിയൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ മക്കൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി മാത്രമായിട്ട് വാങ്ങിച്ചാണ്. സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, പശുവിനൊക്കെ വളർത്തുമ്പോൾ ഒരുപാട് സമയം വേണം, അല്ലെങ്കിൽ നമുക്ക് തീറ്റ ചെലവ് വേണം, അല്ലെങ്കിൽ ഇപ്പൊ കൊണ്ട് കെട്ടാനും ഒക്കെ ആയിട്ട് ആളും സമയവും വേണം എന്ന് പറയാറുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള പശുക്കൾ വളർത്തുമ്പോൾ എന്താ ഒരു ഗുണം? ഇതിന് ഇത്രയും വസ്തു കെട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പുല്ല് വയറ് നിറഞ്ഞു. ഓ, അങ്ങനെ. പിന്നെ അന്നത്തെ കഞ്ഞിവെള്ളം, വീട്ടിലെ കഞ്ഞിവെള്ളം, ബാക്കിയുള്ള വെള്ളം അത്രേ ഉള്ളൂ. മഴയുള്ള ദിവസം മാത്രം ഇത്തിരി വൈക്കും. അല്ലാതെ ഈ പെല്ലറ്റ് അങ്ങനെ ഒരു തീറ്റയില്ല. കഞ്ഞിവെള്ളം മാത്രം, വീട്ടിലെ കഞ്ഞിവെള്ളം മാത്രം. കഞ്ഞിവെള്ളം പ്രസവം കഴിയുമ്പോൾ മാത്രം ഇത്തിരി പിണ്ണാക്കും, ചോളത്തവിട്, ആളുടെ വയറൊക്കെ വീർത്തിട്ടുണ്ടല്ലോ. ആ വയറ് ഇത് കുറച്ച് ഇത്രയും പേറ് പറ്റാറുള്ള വയറ് വീർക്കൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണല്ലേ. ആളെ വിലക്ക് വരും ചോദിച്ചിട്ടുണ്ടായിരിക്കും. ആര് ചോദിച്ചാലും കൊടുക്കില്ല. മിക്കവാറും ഇത്രത്തോളം പ്രസവിച്ച പശു കേരളത്തിൽ തന്നെ അപൂർവമായിരിക്കും. ആരും കണ്ടിട്ടില്ല. ശരിയാ. 13 പ്രസവമൊക്കെ നിർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആകുമ്പോഴേക്കും തന്നെ പശുവിന്റെ എന്താ പറയാ ആരോഗ്യസ്ഥിതി വളരെ മോശമാവും. സത്യത്തിൽ ഇപ്പൊ നാടൻ പശു ആയിട്ടും തോന്നണോ ഇത്രയും ആരോഗ്യം? കാരണം കുട്ടിയും ഹെൽത്തിയാണ്, ഒരു കുഴപ്പമില്ല. 13ാമത്തെ പേരാണെങ്കിലും ഒരു യാതൊരു ഇതില്ല. ഒരു കുട്ടി മാത്രമാണ് വീണിപ്പോ കൈ ഇതായിട്ട് വികലാംഗമായിട്ട് വീണ്. പിന്നെ അത് നടക്കാൻ കുറെ പറ്റാണ്ട് ഒരു 5-6 മാസം നടന്ന് പിന്നെ അത് ചത്തു, കുഴിച്ചിട്ടു. അത് കൈ കുത്തി വീണു. രാത്രിയായിരുന്നു, ആരും അറിഞ്ഞില്ല. ബാക്കി നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ എടുക്കും. ഈ പറയുന്ന നാടൻ പശുക്കൾക്ക് ഒരു സ്വഭാവം ഉണ്ട്, അതായത് കുട്ടി അടുത്തില്ലെങ്കിൽ കറക്കാൻ സമ്മതിക്കില്ല. ചൊർത്തി തരാൻ ഇത്തിരി പാടാണ്. അത് കുട്ടി അടുത്തുണ്ടെങ്കിൽ മാത്രമേ ആള് ചൊർത്തി തരുള്ളൂ. ശരിയാണ്. പിന്നെ ഈ കുട്ടിയെ കണ്ടപ്പോ ആരെങ്കിലും ചോദിച്ചാ? ഇല്ല, അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ. അതുകൊണ്ടാ. കുട്ടിക്ക് പേരില്ല കേട്ടോ. കുട്ടിക്ക് പേര് തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കുന്നു. 13ാമത്തെ കുട്ടി. 13ാമത്തെ പേരുകാരിയാണ് ആള്. കേരളത്തിൽ തന്നെ ചിലപ്പോ റയറസ്റ്റ് ആയിട്ടുള്ളൊരു പശു. ശരിക്കും ഒരു അത്ഭുതം കേട്ടോ. കാരണം ഇതുവരെ ഡോക്ടർ പോലും ചോദിച്ചിട്ട് ഒരാളും കണ്ടിട്ടില്ല. 13ാമത്തെ പേര് 12 എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞു കുത്തണമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കുഴപ്പമില്ല, പശു ഹെൽത്തിയാണ്, കുഴപ്പമില്ല, കുത്തിക്കോളാൻ പറഞ്ഞു. ഇതിപ്പോ എത്ര പ്രസവം വരെ നിർത്താനാ ചേട്ടൻ്റെ പ്ലാൻ? ഇനി പ്രസവിപ്പിക്കാൻ താല്പര്യമില്ല. എനിക്ക് പശുക്കുട്ടി ആണ് ഉദ്ദേശിച്ചത്. അതിപ്പോ 2 പശുക്കുട്ടി കിട്ടി മതി. സാധാരണ ഒരു 3 മാസം ആകുമ്പോ വീണ്ടും മതിക്കാറുണ്ട്. പിന്നെ തീരെ ശല്യമാവുമ്പോ മാത്രമാണ് ഈ കുത്തിവെക്കാം. ചന പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. ഫസ്റ്റ് കുത്തില് തന്നെ അത് ചന പിടിക്കും. ആണല്ലേ, എന്റെ അടിപൊളിയായിട്ടാ. ഇവിടെ പറമ്പില് പാടത്ത് എവിടെയാ കെട്ടി കഴിഞ്ഞാലും കാലത്തോട്ട് വൈകുന്നേരം വരെ പാടത്ത് വെയിലുകൊണ്ട് കാലത്തോട്ട് വൈകുന്നേരം വരെ നിന്നോളും. ഒരു വിഷയമില്ല. പിന്നെ ആരും ഉപദ്രവിക്കോ പ്രശ്നം? ഒരാളില്ല. ഇപ്പൊ കുട്ടിയുള്ളതുകൊണ്ട് ചിലപ്പോ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ചെറിയൊരു അഗ്രസീവ് ആയിരിക്കും. അതുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ വേറെ കുഴപ്പം. അല്ലെങ്കിൽ വിഷയം. ആളുടെ ആ കൊമ്പ് ഒന്ന് കാണിക്കാൻ പറ്റാ? ശരിക്കും ആളുടെ ഒരു കൊമ്പ് ഇങ്ങനെ വളഞ്ഞു കുത്തി നിക്കണ കാണുമ്പേ കൊമ്പുമ്പോ തൊടിക്കാൻ ഒരു ഇപ്പൊ ഇവിടെ മുട്ടി വെക്കണം. ഇപ്പൊ ഈ പേര് കഴിഞ്ഞാൽ ഇത് മുറിച്ചാണ് കഴിഞ്ഞ വർഷം. ഇനി സംഭവം അതെങ്ങനെ മുറിക്കും? ആക്സിബ്ലേഡ് വെച്ച് ആണല്ലേ. അത്തരത്തിൽ മുറിക്കുമ്പോ ആൾക്കത് കുഴപ്പമില്ല. ഇവിടെ പിടിച്ച് കിടത്തി ഇട്ടിട്ട് നേരെ ഇവിടെ വെച്ച് ഒരു 2 ഇഞ്ച് മുറിക്കും. പിന്നെ അടുത്ത പേരെ എത്തുമ്പോ ഇത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് അതേ മുറിച്ചത്. പിന്നെ ഇപ്പൊ ഈ പേര് ഒന്നും കൂടി മുറിക്കണം. ശരി. ഇപ്പുറത്തെ കുഴപ്പമില്ല. ഇത് സൈഡിലേക്ക് അങ്ങനെ പോകും. ഇപ്പുറത്തെ അവിടെ ഒരു വളവ് വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വളഞ്ഞിട്ട് സൈഡിലേക്ക് പോയി. ഈ ഒരു കൊമ്പ് മാത്രമാണ് അങ്ങനല്ലേ. മൃഗാശുപത്രിയിൽ ചെയ്യില്ല. നമ്മള് കൂട്ടുകാരനെ കൊണ്ട് വിളിപ്പിച്ച് പിടിച്ച് ആക്സിബ്ലേഡ് വെച്ച് നന്നായി മുറിക്കും. നിന്നോളും. വേറെ കുഴപ്പമൊന്നുമില്ല ആൾക്ക്. ഇത്തരത്തിലുള്ള ഒരു പശു ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും? അതായത് കുഴപ്പമില്ല. നിസ്സാരം കുറച്ച് വൈക്കോല് പുല്ലുകൂട്ടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ഒരു കാര്യമായി. ഇനിയിപ്പോ അത്ര വിശപ്പ് അതിനുള്ളത് മതി. ശരിക്കും ഒരു തീറ്റ ചെലവൊന്നും വലിയ തീറ്റ ചെലവൊന്നും പറയാനില്ല നമുക്കല്ലേ. തീറ്റ ചെലവില്ല. പിന്നെ എന്റെ മാത്രം അധികം മഴ കൊണ്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ പനി വരും. അങ്ങനെ ഉണ്ടല്ലേ. അപ്പൊ ഒന്ന് ഡോക്ടറെ വിളിച്ച് രോമൊക്കെ എഴുന്നേറ്റ് വെക്കും. ഇപ്പൊ പ്രായമായ എന്റെ അധികം മഴ കാലത്തോട്ട് വൈകുന്നേരം വരെയൊക്കെ നമ്മൾ ശരിക്കും മുത്തശ്ശിയായ ആളല്ലേ? മുത്തശ്ശിയാ. ശരിക്കും ആ മുത്തശ്ശിയുടെ മോളാണ് ആ കാണുന്നത്. ഇത്തവണത്തെ ശരിക്കും കാസർഗോഡ് കൊള്ളല്ലേ? പിന്നെ ഇപ്പൊ 2 പ്രാവശ്യം അടുപ്പിച്ച് കാസർഗോഡ് കൊള്ളാനാ കുത്തിയ. അതിന്റെ മുന്നത്തെ 2 പ്രാവശ്യം അടുപ്പിച്ച് ഗിയർ കുത്തി. അതിലൊരു മുരിക്കുട്ടി. ഗിറിനെ ഏതാ കുത്തിയണേ? നാടൻ തന്നെ കാസർഗോഡ് കൊള്ളാൻ. ഫസ്റ്റ് പേരായതുകൊണ്ട് ഇനിയിപ്പോ പറയാൻ പാട്. ഗിയറാണെങ്കിൽ ഇതിന് വലിച്ചെടുക്കേണ്ടി വരും. അതൊരു വിഷയമാണ്. ചേട്ടാ പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഒരെണ്ണത്തെ വളർത്താൻ കൊടുക്കുമ്പോ അത് ഫ്രീ ആയിട്ട് കൊടുക്ക? അത് പെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അവര് തള്ളാനാ തരാം. അങ്ങനെ ഒരു വളർത്തണമെങ്കിൽ വളർത്തിക്കോട്ടെ. നമുക്ക് ആ ഇനം കിട്ടണം. ഇത്തരത്തിലുള്ള ഒരു നാടൻ പശു വളർത്തൽ അവിടെ നിലനിന്ന് പോകാൻ വേണ്ടിട്ട് തന്നെ ഇത്തവണ ആരും ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കല് കുറെ പേര് ചോദിക്കാറുണ്ട് ഒരു കുട്ടീനെ തരുമോന്ന്. പിന്നെ നമുക്ക് നോക്ക് അവര് നോക്കാനും നമുക്ക്
പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ കൊടുത്താലേ കാര്യമുള്ളൂ, അതിനോട് താല്പര്യമുള്ളവർ. അതെ 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 അതെ. അല്ലെങ്കിൽ പിന്നെ കൊണ്ടുപോയി കുറച്ച് നാൾ കഴിഞ്ഞ് അങ്ങനെ കളഞ്ഞിട്ട് കാര്യമില്ല. എത്ര മാസം പ്രായമുള്ളപ്പോൾ കൊടുത്തു ചേട്ടനപ്പോൾ? ഞാൻ ഇപ്പോൾ അതിനെ 1 വയസ്സ് ആവാറായിപ്പോൾ കൊടുത്തതാ. ഓ, അതായത് അത്യാവശ്യം ആരോഗ്യമായിട്ടാണ് കൊടുത്തത്. 1 വയസ്സായി. ശരി ശരി. അപ്പോൾ ഈ 3 എണ്ണത്തിനേക്കും ഇനിയിപ്പോൾ ഇത് പറ്റി കഴിഞ്ഞാൽ ഈ കുട്ടീനെയും കൊണ്ടു നടക്കാനുള്ള ഭാരം കാരണം. ഈ കാണുന്ന പശുവിനെ അപ്പോൾ കൂടൊന്നുമില്ല നമുക്ക്? അപ്പുറത്തെ തൊഴുത്തുണ്ട്, വെറുതെ ടാർപ്പായി കെട്ടി. ശരി, ഇതാ ഈ കാണുന്ന അതിൻ്റെ തൊഴുത്ത് കേട്ടോ, കാണുന്ന ചെറിയൊരു തൊഴുത്ത് അല്ലേ? അതുപോലെ അപ്പുറത്തേക്ക് കിടന്നത് ഈറ അവിടെ വന്നോളും, തള്ളപ്പശു അവിടെ വന്നോളും, പിന്നെ കുട്ടി ഇവിടെ കെട്ടിക്കോളും. ശരി ശരി. പണ്ട് തൊട്ടുണ്ട്. ഇതിന്റെ ചാണായാലും നമുക്കൊരു മണമില്ല, നല്ല വൃത്തിയും വെടുപ്പായിട്ട്. ശരി കേട്ടോ. അതിന് ചാണകം ചോദിക്കാറുണ്ടോ? ഇല്ല, ഞാൻ ഈ വാഴയ്ക്ക് ഇവിടെ വാഴയുണ്ട്, വാഴയ്ക്ക് ഇടും, തെങ്ങിനിടും. ചേട്ടന് കൃഷി ഉണ്ടല്ലേ? അപ്പൊ ഈ നാടൻ പശുവിനെ വളർത്തിട്ട് ചേട്ടന് ശരിക്കും എന്താ ഒരു ഗുണമായിട്ട് തോന്നണേ? വീട്ടിലേക്കുള്ള പാല് വീട്ടിലേക്ക് ഒരു 3/4 ലിറ്റർ. 3/4 ലിറ്റർ കറക്കുള്ളൂ, പക്ഷെ അത് നല്ല പാലായിട്ട് കിട്ടും. നമ്മുടെയൊക്കെ പണ്ടുള്ള വീടുകളിലൊക്കെ ഇതുപോലുള്ള പശുക്കളൊക്കെ വളർത്തിയാണ് അത്യാവശ്യം അല്ലേ? ഇതിപ്പോ ചേട്ടൻ ശരിക്കും താഴെ ഇരിക്കുമ്പോൾ അതിന്റെ ഹൈറ്റ് ആവണുള്ളൂ. ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നിന്ന് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഹൈറ്റ് ആവുള്ളൂ, 90 സെന്റി പോലും ഇല്ല. അതെ 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 അതെ. ഇതാണ് ഹൈറ്റ്. ഇത്രയും ഹൈറ്റ് പറഞ്ഞ പശു വളരെ കുറവായിരിക്കും. പിന്നെ മാത്രമല്ല ഇത്രയും പ്രസവിച്ച പശു എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട്. ചിലപ്പോ 14ലേക്കും 15ലേക്കും പോകാനുള്ള സാധ്യത ഉണ്ട് തോന്നുന്നല്ലേ? നോക്കിട്ട് ഇനിയിപ്പോ ഒരു 4 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോളിയായിരിക്കും, അടുത്ത പശുവിന്റെ മേത്ത് പടച്ച് കയറലും നമ്മുടെ മേത്ത് കയറലൊക്കെ ആയി ശല്യമായി വരുമ്പോ ചിലപ്പോ 2-3 ദിവസം ഇങ്ങനെ തന്നെ ശല്യമായിരിക്കും. അപ്പൊ ചിലപ്പോ വേണോ വേണ്ടേന്ന് ആലോചിച്ച് പിന്നെ ഒന്ന് കുത്താന്ന് വിചാരിക്കും. ഈ കാളക്കുട്ടന്മാരെ കിട്ടിയപ്പോ എന്താ ചെയ്തേ? കുറച്ച് വിറ്റു, പിന്നെ 2 എണ്ണം പള്ളിയിലേക്ക് നേർച്ച കൊടുത്തു. ആ നേർച്ച കൊടുത്തതിന് ശേഷം പിന്നെ വന്ന 3 പള്ളിയിലേക്ക് നേർച്ചയായിട്ട് കൊടുത്തു. ഇത്തരത്തിലുള്ള നാടൻ പശുവിനെ വളർത്താൻ കൂടുതൽ സ്ഥലം ശരിക്കും ആവശ്യമില്ല നമുക്ക് അല്ലേ? വേണ്ട, ഒരു 10 സെന്റ് ഉണ്ടെങ്കിലും അവിടെ മതി. ശരി, ഉള്ള വീട്ടിലുള്ള സംഭവമൊക്കെ കഴിച്ച് എവിടെയെങ്കിലും ഒരു എത്ര സ്ഥലത്തൊന്ന് കെട്ടിയിട്ട് കഴിഞ്ഞാൽ അന്നത്തെ വയറിയും. പിന്നെ വീട്ടിലെ കഞ്ഞിവെള്ളം ബാക്കിയുള്ളത് മാത്രം മതി. വേണമെങ്കിൽ ഇത്തിരി ഉണ്ടാക്കാം, ചോളത്തോടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് സന്തോഷം. പിന്നെ പ്രസവം കഴിഞ്ഞാൽ കാൽസ്യപ്പൊടി 1 കിലോ വാങ്ങിച്ച് അത് കുറച്ച് ദിവസം ഇട്ട് കൊടുക്കും. നാടൻ പശു സാധാരണ കറപ്പിക്കില്ല, പക്ഷെ ഇവളെ സംബന്ധിച്ച് ഇനിയിപ്പോ ഇവിടുന്ന് ഞാൻ എഴുന്നേക്കാണ്ട് ഈ കാല് അനക്കില്ല. ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോണം. മഞ്ഞപ്പാലാണ് ഇപ്പോഴും വന്നത്. 3 ദിവസമായുള്ളൂ. അത് ഈ വലിയ കാമ്പ് കുട്ടിക്ക് കുടിക്കാൻ പറ്റില്ല, ഈ 2 കാമ്പാണ് കുടിക്കണേ. അതാണ് ഈ മഞ്ഞപ്പാല് മുഴുവൻ കെട്ടിയിരിക്കണേ. അത് ഞാൻ കറന്ന് കളയും. അത് കറന്നിങ്ങനെ കളയണം. അത് കാലത്താരം കറന്ന് കളയും. ശരി 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 ശരി, അടിപൊളി. കണ്ട മഞ്ഞപ്പാല് തന്നെ മിക്കവാറും ഒരു 1/2 ലിറ്റർ മേലുണ്ടാവില്ല മഞ്ഞപ്പാൽ. ഇതിപ്പോ കറന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു 3/4 ലിറ്റർ പാല് കൂടുതൽ ഉണ്ടാവും. ഉണ്ടാവും. അതാ വലുതാ അങ്ങോട്ട് കറന്ന് കളഞ്ഞ കേട്ടാ, കാരണം വെച്ചാൽ അങ്ങനെ കെട്ടി നിർത്തണ്ടല്ലോ എന്നാ. അതാ പോണു പോണാളുടെ. എനിക്ക് ആകെ ഒന്ന് വീർത്തിരിപ്പുണ്ടെന്ന് തോന്നുന്നു. അതിപ്പോ കുറച്ച് കഴിഞ്ഞ് കുടിക്കും. ഇപ്പൊ ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ കുട്ടി. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ കറന്ന് കളയും. ഈ ഒരു പാൽ ശരിക്കും നല്ല ഔഷധ ഗുണമുള്ളതല്ലേ കേട്ടോ? അതെ. ഇത്രയും കട്ടിയണ്ട, ഇത്രയും കട്ടി തന്നെ. ശരിക്കും നാടൻ പശുവിന്റെ പാലിന്റെ ഒരു പ്രത്യേകത അല്ലേ? പിന്നെ ഇതുപോലെ കറക്കാൻ കിട്ടല് തന്നെ ഭാഗ്യം. അതെ തന്നെ. കാല് അനക്കാതെ ഇനി കാല് അനക്കണമെങ്കിൽ ഇവിടുന്ന് ഞാൻ എഴുന്നേക്കണം. എന്റെ മോളിരുന്നാലും ആരിരുന്നാലും ഇവിടുന്ന് ആര് എഴുന്നേറ്റ് മാറാതെ ഈ കാല് ഇവിടുന്ന് അനക്കില്ല. അത് കറക്കാനായാലും വേണ്ടില്ല, ഇവിടെ നിൽക്കാനായാലും വേണ്ടില്ല, കുളിപ്പിക്കാനായാലും കുഴപ്പമില്ല. ഒരാൾ ഇവിടെ ഇരിക്കാനുണ്ടെങ്കിൽ ഇവിടുന്ന് അനക്കില്ല കാല്. ഈ പശുവിനെ വളർത്തുമ്പോ മറ്റേ വീട്ടിലോട്ട് മണോ കാര്യങ്ങളോ വല്ലോ? ഒരു മണമില്ല. അതാണ് ഇതിന്റെ ചാണം ദേ കിടക്കുന്നത്. അതിന്റെ ചാണം കണ്ടു. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ, ഒരു മണമില്ല. ഈ ഉണ്ട ചാണം ചാണം ഒരു മണം ഉണ്ടാവില്ല ഈ ചാണത്തിന്. ഇത്തരത്തിലുള്ള ചാണം വെച്ചാൽ പണ്ട് ഈ വീടുകളൊക്കെ മെഴുകിയായിരുന്നു. അതെ അല്ലേ? അമ്പലങ്ങളിലേക്കൊക്കെ അവിടെ ഉത്സവത്തിനൊക്കെ വന്ന് ഇത് തന്നെ വാരി കൊണ്ടുപോകാം. ആണല്ലേ? ഒരു മണം പോലും ഇല്ല. ഇത്രയും പ്യൂർ ചാണകം ഇടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് വേറെ തീറ്റൊന്നും ഒരു തീറ്റില്ല. നമ്മള് കേരള ഫീഡോ അങ്ങനത്തെ സാധനം ഇതുവരെ കൊടുത്തിട്ടില്ല, ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ. പിന്നെ പാല് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് പരുത്തിക്കൂരൊക്കെ കൊടുത്താൽ പാല് കൂടുതൽ കിട്ടും. നമുക്ക് അതിന്റെ കിട്ടുന്ന പാല് കൊണ്ട് ഒരു ഗുണമില്ലല്ലോ. അല്ല, അത് നമുക്ക് ആവശ്യമുള്ള ഒരു 3/4 ലിറ്റർ പാല് വേണം. അത്രയും കറക്ക ബാക്കി കുട്ടി കുടിക്കുക. കുട്ടി ഒരു 4 മാസം 5 മാസത്തോളം വൈകുന്നേരം മാത്രമേ കിട്ടുള്ളൂ. എനിക്ക് എത്ര മണിക്കാണ് കറവ സ്റ്റാർട്ട്? അതായത് കാലത്ത് എത്ര മണിക്ക് ഇറങ്ങുന്നത്? കാലത്ത് 6-7 നമ്മുടെ സമയത്തിനനുസരിച്ച്.
ഇനിയിപ്പോ ഞാൻ ഇല്ലെങ്കിൽ കുട്ടീനെ അഴിച്ചിട്ടോളും. ഓക്കെ, അപ്പൊ അത് കുടിച്ച് തീർത്തോളും. ശരി. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ചേട്ടന്റെ ഈ ഒരു നാടൻ പശു വളർത്തൽ ഒരുപാട് പേർക്ക് പ്രചോദനം ആവട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ കറന്നില്ലെങ്കിലും വിഷയമില്ലാത്ത പശു അല്ലെ? കറന്നില്ലെങ്കിൽ ആ കുട്ടീനെ അഴിച്ചിടാ, കുട്ടി കുടിച്ച് തീർത്തോളും. ഇപ്പൊ ഞാൻ ഇപ്പൊ 2 ദിവസം 3 ദിവസം ഇല്ലെങ്കിലും അതിനഴിച്ചിടും, അത് ഒന്ന് കുടിച്ച് തീർക്കും. കാരണം കാണുന്നവർ ഒരുപാട് പേര് ചോദിക്കും നമുക്കിത് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ കുട്ടിയെ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇതൊരു മാൻപേടെ കുട്ടിയേട്ടാ, അടിപൊളിയായിട്ട് നോക്കി, അടിപൊളിയായിട്ട് നല്ല ആരോഗ്യമുള്ള കുട്ടിയേട്ടാ, അടിപൊളിയായിട്ടാ. ശരി, എന്നാൽ പോലോട്ടാ. ഓക്കെ. അപ്പോൾ ഇത്ര സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വളരെ വ്യത്യസ്തനായ ഒരു ക്ഷീര കർഷകനെയും 13 തവണ പ്രസവിച്ച ഒരു മുത്തശ്ശി പശുവിനെയുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ നമസ്കാരം.